വെൽക്കം ബാക്ക് ടു ചാനൽ. ഹായ് ഓറ. അപ്പം എനിക്ക് വീഡിയോക്ക് സൗണ്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഗൈസ്, കാരണം മൈക്കൊക്കെ എൻ്റെ വീട്ടിലാണുള്ളത്. ഞങ്ങൾ തറവാട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല വിചാരിച്ചിരുന്നു. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബ് നമുക്ക് തംബ്ലൈൻ കണ്ട പോലെ യൂട്യൂബ് നമുക്ക് ചെറിയൊരു പണി തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എനിക്ക് കിട്ടിയൊരറിവ് ഞാൻ കരുതി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. സോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ, ചിലപ്പോൾ ഇതറിയാതെ ടെൻഷൻ അടിക്കുന്ന ചിലപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നെപ്പോലെ കേട്ടോ. ഞാനിതറിയാതെ കുറേ ടെൻഷൻ അടിച്ചിരുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് സംഭവമൊക്കെ പിടുത്തം കിട്ടിയത് കേട്ടോ. അപ്പം കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ കാര്യത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. കുറേ കൂട്ടുകാരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സസിനെ ചെയ്യാ എന്നൊരു പറ. അപ്പോൾ എല്ലാവരും ഒന്ന് സസിനെയും ചെയ്യണം കേട്ടോ ഞങ്ങളെ ചാനൽ അല്ലേ? ഓക്കെ, അപ്പം കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ തന്നെ ആയാലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഷോർട്സ് കുറേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഷോർട്സ് ആട്ടോ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇവൻ എപ്പോൾ വീഡിയോയിൽ വന്നാലും ഉറക്കം തോന്നിയിട്ടുണ്ടാ പറഞ്ഞാലടാ. അങ്ങനെ ഞാൻ ഓക്കെ ഇവിടെ കൂടെ അങ്ങനെ ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ അപ്പം ഞാൻ പറഞ്ഞു തന്നെ വരുന്നില്ല, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ഷോർട്സ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നത്. ലോങ് വീഡിയോ ഇടാൻ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോണിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ എന്നോട് പറഞ്ഞു, 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു, നിൻ്റെ വീഡിയോ ഒക്കെ എന്താ മ്യൂട്ട് സൗണ്ട് ഇല്ലല്ലോ, നീ എന്ത് സൗണ്ട് ഓൺ ആക്കാൻ മറന്നു ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്താ അത് വെച്ച് ഞാൻ ആപ്പിലൊക്കെ കയറി നോക്കിയപ്പോൾ എല്ലാം ഓണൊക്കെയാണ്, ഓഫൊന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ സംഭവം. അപ്പോൾ എനിക്കും സൗണ്ട് കേൾക്കുന്നില്ല. ഞാൻ വെച്ചാൽ എന്താ സംഭവിച്ചു. പിന്നെ ഞാൻ വെച്ചാൽ എന്തെങ്കിലും എററായിരിക്കും എന്ന് വെച്ചാൽ ഞാനത് വിട്ടു. ഒരു വീഡിയോ അല്ല, ഞാനത് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ വേറൊരു വീഡിയോ സെയിം പോലെ തന്നെ ആയിപ്പോയി, മ്യൂട്ടായിപ്പോയി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ടെൻഷനായി കേട്ടോ. അയ്യോ ഇതെന്താ ഇപ്പോൾ മ്യൂട്ടായി പോകുന്നത്. എനിക്ക് അല്ലെങ്കിൽ ചാനലിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തന്നെ ഭയങ്കര പേടി കേട്ടോ. ചാനൽ പോകുമെന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇതെന്താണെന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊന്ന് ഇതിനെപ്പറ്റി നല്ലോണം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് സംഭവം പിടുത്തം കിട്ടിയത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ പേടിച്ച പോലെ ആരും പേടിക്കൊന്നും വേണ്ട ഗൈസ്. ഇത് വലിയൊരു പ്രശ്നമല്ലെങ്കിലും ചെറിയൊരു പ്രശ്നമാണ്. പിന്നെ വലിയ യൂട്യൂബേഴ്സിനൊന്നും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നില്ല. പക്ഷെ നമ്മളെപ്പോലെ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര ഒരു ടെൻഷനും ഭയങ്കര ഒരു മനപ്രയാസമായിരിക്കും. കാരണം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന വീഡിയോസ് യൂട്യൂബ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ വലിയ പേടിക്കാൻ മാത്രമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ കൂടുതലും ഷോർട്സ് ചെയ്യുന്നത് ഒരു 19% നമ്മൾ റീമിക്സ് ആയിരിക്കും ചെയ്യുക അല്ലേ? ഞാൻ ആദ്യം ഒന്ന് റീമിക്സ് അല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ട് പിന്നെ അതിലേക്ക് മ്യൂസിക് ആഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫോണൊക്കെ പോയതിനു ശേഷം എനിക്ക് ആ പരിപാടി നടക്കില്ല. അപ്പം ഞാൻ റീമിക്സ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ ഗൈസ്. നമ്മൾ ഈ റീമിക്സ് ചെയ്യുമ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അങ്ങനെ ആക്കല്ലേ? സംഭവം ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഷോർട്സ് വീഡിയോസിൽ റീമിക്സ് ചെയ്യുമ്പോൾ ഈ റീമിക്സിന് ഒരു ഫസ്റ്റ് ഓണർ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ കാറൊക്കെ മേടിക്കുമ്പോൾ ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോക്കും ഫസ്റ്റ് ഓണർ ഉണ്ടാവും. അതായത് ഈ ഒരു ഷോർട്സ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാളുണ്ടാവും. ആ ആളെ നിന്നായിരിക്കും നമ്മൾ പലരും റീമിക്സ് ചെയ്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫസ്റ്റ് ഈ ഷോർട്സ് വീഡിയോ ഇട്ട ആൾക്ക് എന്തെങ്കിലും കാരണവശാൽ ആ ആൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന കാരണത്താലാണ് നമ്മളെ വീഡിയോസും മ്യൂട്ടായി പോകുന്നത്. അതായത് ആ ഒരു ആളെ വീഡിയോ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ കൂടെ ആ ഒരു വീഡിയോയിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാവരുടെ വീഡിയോസും മ്യൂട്ടായി പോകും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം വരുന്നത്. നമുക്ക് പേടിക്കാനൊന്നുമില്ല. യൂട്യൂബ് വേറെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. നമ്മൾ വീഡിയോസ് തൽക്കാലത്തേക്ക് അവരൊന്ന് മ്യൂട്ട് ചെയ്യുകയും ചെയ്യും, അൺലിസ്റ്റ് ആക്കപ്പെടുകയും ചെയ്യും. നമ്മൾ പബ്ലിക് ആക്കിയ വീഡിയോ യൂട്യൂബ് തന്നെത്താലേ അത്
അൺലിസ്റ്റ് ആക്കിപ്പോവും. കാരണം പിന്നെ യൂട്യൂബിൽ അതാർക്കും കാണാനൊന്നും പറ്റില്ല, അൺലിസ്റ്റ് ആയാലും ആർക്കും കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ പേടിക്കേണ്ട, അതിന് കിട്ടിയ റീച്ചും അതിൽ കിട്ടിയ സബ്സ്ക്രൈബേഴ്സും അതിൽ കിട്ടിയ ഏണിങ്സും ഒന്നും നമുക്ക് പോകുന്നതല്ല കേട്ടോ. അതുവരെ നമുക്ക് കിട്ടിയതൊന്നും നമുക്ക് നഷ്ടപ്പെടുകയൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ആലോചിച്ചാലും പേടിക്കേണ്ട കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ നമുക്ക് റീ അപ്ലോഡ് ചെയ്യാം. അതായത് അതേ മ്യൂസിക് അതേപോലെ തന്നെ റീ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ വീഡിയോ എടുത്തിട്ട് അതിൽ വേറെ മ്യൂസിക് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്ക് അതേ വീഡിയോ തന്നെ നമുക്ക് അത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം യൂട്യൂബ് അത് മ്യൂട്ട് ചെയ്തിട്ട് അൺലിസ്റ്റ് ചെയ്യപ്പെട്ട വീഡിയോസാണ്. സോ ഇതാണ് യൂട്യൂബ് ഇപ്പോൾ തന്ന ചെറിയൊരു പണി എന്ന് പറയുന്നത്. എനിക്കും 1-2 വീഡിയോസ് മ്യൂട്ടായിട്ടുണ്ട്. വേറെ വലിയ വിഷയങ്ങളതിൽ ആദ്യം മ്യൂട്ടായി, പിന്നെ അപ്പോൾ എനിക്ക് ഫസ്റ്റ് മ്യൂട്ടായി, പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, പിന്നെ അത് അൺലിസ്റ്റ് ആക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ഞാൻ എന്താ പറ്റിയെന്നൊക്കെ വെച്ച്. പക്ഷെ ഇപ്പം എനിക്ക് ആ ടെൻഷൻ മാറി കിട്ടിയിട്ടോ. കാരണം സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടോ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നത്. ആരും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാണ് സംഭവം. യൂട്യൂബ് നമുക്ക് ചെറിയ പണികളാണ്. അപ്പം ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ആരും വലിയ ടെൻഷൻ അടിക്കേണ്ട വിഷയമൊന്നുമില്ല കേട്ടോ ഇത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഞാൻ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഇടണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാവുന്നതാട്ടോ. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനത് ചെയ്യും. സ്കിപ്പ് വീഡിയോസാണ് എനിക്ക് താല്പര്യം. ബട്ട് എനിക്ക് ഞാൻ പറഞ്ഞ എൻ്റെ ഫോണിൻ്റെ ഇഷ്യൂസ് കാരണം എനിക്ക് അത് കുറച്ച് കാലത്തേക്ക് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ്. കാരണം ക്ലാരിറ്റി, സൗണ്ട് എല്ലാം എനിക്ക് വിഷയമാണ്. ഈ ഫോണിൽ എനിക്ക് നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയാവുന്നതാണ്. ഞാനത് ചെയ്യുന്നതായിരിക്കും. എന്നോട് പറ്റുന്ന ടൈപ്സ് വീഡിയോസ് ആണെങ്കിൽ ഞാനത് എടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.